ഗന്ധർവൻ പണ്ഡഭൂമൗ നിശജനവരതേരിയാൽ സന്തുഷ്ടൻ ദിവ്യജാതൗ കുലപതി മഹദാ ജാതനായി മുക്തിമുണ്ടൻ ചിന്താ ചെയ്തിടുമുന്നിൽ കരുണനിധി തവ നൽകണം തമ്പുരാനെ ബന്ധുവാം കതിവനൂര് വീരചരിതം ശംഭോരുഹേക്ഷണാചാര്യഭൂപരും ജമ്പാരി മുമ്പായ ദേവകളും തുണ പോലെ കവി കമ്പം കളഞ്ഞൻ കുതിക്കുവാനെപ്പോഴും കിംബാരുണ്യാലയസ്തനാം ദേവനും കുംഭോൽഭവതിയാമുനി വൃന്ദവും തമ്പുരാൻ ഷൺമുഖനും തുണയ്ക്കേണമേ. ആര്യരാംബുസുരന്മാരും വിരിഞ്ചനും സൂര്യാദികേശ്വരന്മാരും ചുഴലിയിൽ വാഴും ഭഗവതി അമ്മയും എന്നുടെ നാവിൽ തുണയ്ക്കാം കതിവനൂർ വീരന്റെ നാമസങ്കീർത്തനം ചൊല്ലുവാൻ എപ്പോഴും ആവതല്ലി കഥ ചൊല്ലുവാനെങ്കിലും ആശ എനിക്കു വളർന്നതു കാരണം ആശയിങ്ങാശൂതരേണം കതീവനോ വാഴും ദൈവമേ നിൻകടൽ കൂപ്പുന്നേ. ആഴിമാതാവാം ചുഴലി ഭഗവതി കാഴി ചൂഴും മഹീപാലനം ചെയ്യുവാൻ ആദരാലിങ്ങൊരു ബാലകൻ വേണമെന്ന് ആമോദമോടെ മുകുന്ദനെ കേൾപ്പിച്ചു. അപ്പോൾ മുരാന്തകൻ ചൊന്നാൽ മഹീതലെ എപ്പോഴും പാലനം ചെയ്യുവാനൊരു പൂമാൻ ഉത്ഭവിക്കും ദിവ്യവംശേമമാജ്ഞയാ കൽപ്പോട് മാങ്ങാട്ടു നൽതറന്നിലേ. അന്നതു കേട്ടു തെളിഞ്ഞു മഹേശ്വരി വന്നമാസം 10 ചൊന്ന കാലം സുരവന്യനാൻ തീയനോടെ കുലജാതനായി മന്നത വിട്ടു മഹൽ സമയേ പുരാ. അർഭകനുണ്ടായ താരവാരങ്ങളും അപ്പോൾ ഗൃഹസ്തുതി യോഗവേദങ്ങളും ഒക്കെ അറിയണമെന്നു വച്ചാതരാൽ അച്ഛൻ വരുത്തി ഭഗീരനെന്ന നേരം അർക്കാദികേശ്വരന്മാരുടെ യോഗങ്ങളൊക്കെ വിചാരിച്ചു ചൊന്നാൽ ഭഗീരനും ഇക്കാലം ഇന്നാട് വാഴുവാനില്ലവൻ ദുഃഖമൊഴിഞ്ഞു കേട്ടിടുവിൻ നിങ്ങളും. അല്പകാലം മർത്യവേഷമായി ഇങ്ങനെ അത്ഭുതമാമൃണേ ദേഹം ത്യജിച്ചുടൽ എത്തും അമരപുരത്തിങ്കലല്ലായിലപ്പോഴും ദൈവക്കരുവായി വരുമിവൻ. ആബദ്ധമൂതനായുള്ളൊരു താതനിങ് ആപത്തുമേലിൽ വരാതെ ഇരിക്കുവാൻ ആഴിമാതാവാൻ ചുഴലി ഭഗവതി കാതിക്യമാക്കി കൊടുത്തിതു ബാലനെ. അങ്ങനെ അയ്യാണ്ട് ചെന്ന കാലം ഗുരു തന്നോടുകൂടി സകല ശാസ്ത്രങ്ങളും നന്നായി പഠിച്ചു ദിനം പ്രതി മന്ദിരേ വാണിതു മന്നാഖ്യനാമിവൻ. അന്യരാം ചങ്ങാതിമാരുമോടൊന്നിച്ചു നന്നായി കളിച്ചു നടക്കയെന്നല്ലാതെ ഒന്നും പ്രവർത്തിയെടുക്കായിക കാരണ വന്ന കോപത്താൽ പറഞ്ഞിതു താതനും അന്നു വേണ്ടും പ്രവർത്തിയെടുക്കാതെ അന്നവും പാലും കൊടുക്കല്ല മന്നനെന്നിങ്ങനെ ചൊന്നതു കേട്ടു വന്നപ്പനും വന്ന ശോകത്തെ അടക്കി വിചാരിച്ചു അമ്മേ ചുഴലി ഭഗവതി എന്നുടെ അല്ലാലൊഴിക്കേണമില്ല മറ്റാശ്രയം എന്നുറച്ചേഴിനും മീരേ കതിവനൂര
അമ്മതൻ വീണതിൽ ചെന്ന് പൂക്കിയിടിന. അന്നാട്ടിലുള്ള കുടകർമ്മന്നപ്പനെ ആലോകനം ചെയ്തു തങ്ങളിൽ ചൊല്ലിന. ആര്യവൻ പാറിൽ മനുഷ്യനായി ഇങ്ങനെ ആരെയും കണ്ടില്ല പണ്ടിതുപോലെ. അല്ലി മലർശരൻ വില്ലിനെ വില്ലുന്ന ചില്ലിദ്വയങ്ങളും നല്ല കേശങ്ങളും മുല്ലപ്രസൂന സമാന ദന്തങ്ങളും ബന്ധൂക പുഷ്പ സമപതരാപയും ചിന്തിക്കലീശ്വരൻ എന്നേ പറയാവൂ. അത്യുഗ്രനേത്രദ്വയവൃത്തവക്തവും കത്തുന്ന കണ്ഠങ്ങൾ കുണ്ടലത്തുന്നവ കണ്ടാലഴകുള്ള കണ്ഠപ്രശോഭയും പണ്ടിതുപോലെ കണ്ടില്ല മറ്റാർക്കുമേ. അക്ഷിക്കമൃതമാം പക്ഷപ്രദേശത്തു ശിക്ഷയോടോരോ തരം മാല്യശോഭയും ആലില പോലെ രുദരാഭയും നല്ലര മേലതിശോഭിതമായ പൂവാടയും അങ്കുലീയം വലയങ്ങൾ മനോഹരം ഇങ്ങനെ ഉരുക്ക ജാനുക്ക ശോഭയും ആമയോടൊത്ത പുറവടി ശോഭയും ആമയും പോക്കും നഖാവലിയും കണ്ടു. ആര്യവൻ പാരിതിൽ ഭാർഗവനായി പണ്ടു ജാതനാം ശ്രീരാമനോരധികാന്തനോ മാരാരിയോ മധുസൂദനൻ തന്നെയോ മായാ മനുഷ്യനായി വന്ന ഗന്ധർവനോ ആർക്കും ധരിക്കാവതില്ലവൻ മായയെന്നോർത്തവർ തമ്മിൽ പറഞ്ഞു നിൽക്കുന്ന നേരം അങ്ങും ഇങ്ങും ഇരിക്കുന്ന ചങ്ങാതിമാത്തങ്ങളിൽ ചൊന്നാർ പടയുടെ വാർത്തകൾ. അന്നവർ ചെന്ന പടയുടെ ഘോഷങ്ങൾ മന്നപ്പനും കേട്ടൊന്നുറച്ചും മാനസേ ചെന്നു. തനിക്കു വീണ്ടും തരം ആയുധമൊന്നൊഴിയാതെ ഉറപ്പിച്ചതക്കാലം അന്നേരമറ്റും ചിന്തിച്ചു അമ്മാവനും മന്തി വീടൊന്നും മന്നപ്പനും വേണമെന്നന്തരാ വാർത്തുവേളാർ കോട്ട വീടതിൽ പന്തണി കൊങ്കയാള് ചെമ്മരത്തിയെയും അരിയായുള്ളൊരു ഭാര്യയോടൊന്നിച്ചു കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന കാലത്തും ഭാര്യാവജോ വിഷം ഏറ്റു നിരൂപിച്ചു. പാരിലിരിക്കുകയില്ലെന്നു വന്നപ്പനും അത്തൽ പിടിച്ചവൾ തന്നെ വാക്കിനാൽ അത്രയും കോപേന നിൽക്കുന്ന നേരത്ത് മുത്താമുടി എന്ന് കേട്ടു പടവിളി. കൃത്യവാത്താജ്ഞയാ സന്തുഷ്ടനായപ്പോൾ ആറിയിലിറങ്ങി കുളിച്ചു ചുടയിൽ വാഴും ഭഗവതി തന്നെ പാദങ്ങൾ മോദാസ്മരിച്ചു. മലയജാതിങ്ങളാലേപനം ചെയ്തും മലിന വിലഹരായി ആലന്നു കർണഹരന്റെ പാദം തൊഴുതെടുത്തായുധമൊക്കെ തൊഴുതെടുത്തന്ന താനും തനിക്കൊത്ത ചങ്ങാതിമാരുമായി ചാടി കുടിച്ചു പടക്കളം തൂക്കിടൂ. ഹരിസദൃശരുചിയോടതി പരിഷതരാപനാൽ ആത്തുമുത്താർ മുടിപ്പോർക്കളം തന്നിൽ നിന്നതു സമയമരികളുടെ ഉടൽ കിടുകിടത്തുടന്നാഹവേ പാഞ്ഞു പരന്നു വരുമ്പട. അതു സമയമതി കഠിനതരമുടയ മന്നരെ അറ്റമില്ലാതെ മുടിച്ചു നിരക്ഷണൽ അരുതരുതരണം ഇവനോർത്തു മാനസേ. അപ്പട നായകന്മാരോട് ചൊല്ലിയിടിനൻ. അതു സമയമതി കഠിനതരമുടയ മന്നൻ മലയാളനുണ്ടെന്ന് നമ്മുടെ വൻപടക്കൂട്ടത്തിൽ അവനോടൊടർപ്പൊരുവതിന് മഞ്ഞിലെല്ലാരുമേ. അയ്യോ ശിവ ശിവ ചിന്തിക്കൽ അത്ഭുതം. അവർ വചനമതു സമയം ഇങ്ങനെ കേട്ടവരാഹത്തിന് വരുത്തി ഗജങ്ങളെ അരികൾ പുലവര ദഹനനായ വന്നപ്പനും ആനയോടേറ്റു വരുന്തോനന്തരം അതികഠിനതരമിടിയോടുത്തുള്ള മുഷ്ടി കൊണ്ടാനകൾ തന്നെ പ്രഹരിച്ചതേറ്റവും അമിതബലമുடைய കരിവീരലൊക്കാലം അല്ലച്ച വില്ലിനാൻ തല്ലിയൊടുക്കിനാൻ. അവനീയത് സമമില്ല വരുന്നുള്ള അണ്ഡ്രഗോനാദികൾ ഇതിനെ കണ്ടു കുഴത്തിയിടുന്നു. അതു സമയമരികളുടെ വൻപടായൊക്കെയും ആട്ടി അകറ്റി മടക്കി വന്നപ്പനും
അതികുപിതരമുടെ പാപം കളഞ്ഞവൻ അന്നസ പോർക്കളം വിട്ടു നിൽക്കുന്ന നേരം അരിയതിരുകരമതിൽ മരവരു ശരാസേന അല്പമൊരു ചോര കണ്ടു നോക്കുന്ന നേരം അരികളുടെ ശരണികരമേറ്റു ചെറുവിരൽ അന്നസ പോയതെറിഞ്ഞു ചൊല്ലിയിടിനൻ അരനിമിഷം അവനീ അതിൽ അരുതരുതു വാസവും അംഗഭംഗം കൊണ്ട് ദുർനാമമായി വരും. അതു കരുതി യുതി മരണം ഇന്നു വരുത്തേണം, അല്ലാതെ അങ്ങനെ നീ പോകയില്ലെന്നു ഞാൻ. അതു കരുതി യുതി തരണയില്ലെങ്കിൽ ആദിത്യാദീന കോവേലാഗമിക്കുന്നതും കണ്ടു ചങ്ങാതികൾ. അരുതരുതരണയില്ലെങ്കിൽ പ്രവേനം രണ്ടാമതെന്നും ചങ്ങാതിമാർ ചൊല്ലിനാർ. അവർ വചനമത് മനസ്സിൽ കരുതി മലമങ്കയാമമ്മാചുഴലി ഭഗവതിയുടെ നിറഞ്ഞ ഭക്തിയാം തൊഴുതായോധനെടുത്ത ഒരാക്ഷണാൽ അഖില ദിശി മുഹരബി ഉറക്കും കണക്കിനെ അട്ടഹാസം ചെയ്തതും കേട്ടു മറ്റളാർ അതികഠിന ഭയമോടവർ ഓടുന്ന നേരത്ത് ആദരവോട് അവരോട് ചൊല്ലിയിടുവൻ. അലമലമിതരത് പേടിയാമിവൻ നിങ്ങൾ ആയോധനം ചെയ്തു കൊന്നിടുവിനെ. അത് സമയമരികളുടൽ ചെയ്വതിനേറ്റ് അയ്യോ ശിവശിവാദിക്കൽ അത്ഭുതം. അഖിലദിശം ഒരപി വിറക്കും കണക്കിനെ അട്ടഹാസം ചെയ്തതും കേട്ടു മറ്റലാർ അതികഠിന ഭയമോടവർ ഓടുന്ന നേരത്ത് ആദരവോട് അവരോട് ചൊല്ലിനൻ. അമരകളും അസുരകളുമായി പണ്ട് ചെയ്തതുപോലെ ആയോധാനം അതിഘോരമായി വന്നിതും അടിപിടിയും ഉടൽ അഥവാൾ കൊണ്ട് വെട്ടിയും അത്യുഗ്രബാണങ്ങളേറ്റു മരിക്കുകയും അതിന് പുനരായുള്ള വീരന്മാർ. അമ്പരമാർഗെ നിറഞ്ഞു വിമാനങ്ങൾ. അതുസമയം ആമരജനസേവിതരായുള്ളൊരു അമ്മാ ചുഴലിപ്പകവതി തന്നെ അടിയണകളമതിൽ വിമലമായ ഉറപ്പിച്ചു. ആയുധമേറ്റു മരിച്ചു മന്നപ്പനും. അതുസമയമരികളുടെ ചടുതി കണ്ണിച്ച് അങ്ങും ഇങ്ങും എറിഞ്ഞിടിനാനാ നേരം അവനീ അതിൽ അനവരതം എപ്പോഴും ഒഴുകുന്നു. ആറുപോലെ ചോരയെന്നേ പറയാവൂ. അതിനിരസമവധി മുഴുത്തുള്ള കാളിയും കൂളിയും പേയും പിശാചി വർഗങ്ങളും അവധി പർവ്വതിന് പണി കാകൻ പരുന്തുക്കൾ അപ്പട ഭൂമിയിലൊക്കെ നിറഞ്ഞുതോ. അമരവധി വചനമത് കരുതിയ മാതുലി ആശുവിമാനവും കൊണ്ടെന്ന് ചൊല്ലിയിടിനൻ. അറികണവരയുതി മരിച്ചതു കാരണം ആശുമീ സ്വർഗലോകത്തേക്ക് വന്നിടണം. അപ്പോൾ മഹാകാളി ഒന്നവൻ മേനിയോട് ആശുപുറന്നവനോട് അരുളി ചെയ്തിടുവിൻ. ഇപ്പോൾ വിമാനം കയറേണ്ട നീയടോ, എപ്പോഴും ദൈവമായി ഭൂമിയിൽ വാഴുക നീ. അങ്ങനെ ചെന്നതു കേട്ടു വിമാനത്തെ വന്ദനം ചെയ്തു മടക്കി അയച്ചതും മന്ദിരമായ കതുവനൂർ വീണതിൽ ചെന്നുടൻ ദൈവക്കരുവായി ചമഞ്ഞവൻ അട്ടാഹസിക്കയും പെട്ടെന്ന് രാത്രിയിൽ ദൃഷ്ടാന്തമോരോന്ന് കാട്ടിക്കൊടുക്കയും പട്ടാണ്ട് തന്നെ നോട്ടു കതുവനൂ വിളിഷ്ടമായി പള്ളിയറവണി ചെയ്തുടൻ. ആട്ടും തിറകളും മുട്ടും പലവിധം കൂട്ടിക്കൊടുത്തും വാങ്ങിത്തെളിഞ്ഞതും വട്ടം വരാതെ പല ദിശ എങ്കിലും പാർത്തുടൻ പള്ളിയറ സ്ഥലം കൈകൊണ്ടു. അന്നവർ നിരൂപിച്ചുള്ള കാര്യങ്ങൾ ഒന്നൊഴിയാതെ വരുത്തി കൊടുക്കയാൽ ആഴിചൂടും മഹി തന്നിലങ്ങൊക്കെയും ആകെ നിറഞ്ഞു വസിക്കുന്ന ദൈവമേ. അല്പമാം നിൻ ശരീരാവൃത്യമിങ്ങനെ ഇപ്പോൾ സ്തുതിക്കുന്നതോർത്ത് കേട്ട് ഞങ്ങൾക്ക് ദുഃഖങ്ങൾ തീർത്ത് സുഖം വരുത്തിയിടുവാൻ എപ്പോഴും തോൽപാദപത്മം നമോസ്തുതേ. അർത്ഥവൻപീഠത മേൽ നിന്നുടന്ന കാർത്തികേയ സമമായ ദൈവത്തിനെ അക്ഷരം ഭക്ഷണം ആരാധനം ചെയ്തു. ശിക്ഷയിൽ കീച്ചുകൊള്ളുക
തന്റെ തണ്ടയാന്മാർകളെ